അവള് കുളിക്കാ ആന്റി. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? വിനയ, ആർച്ചമോൾക്കും ഭദ്രയ്ക്കും നല്ല ചുമയും ജലദോഷവും ഉണ്ട്. ഇങ്ങനെ വരുമ്പോ അവർക്ക് കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, അതിവിടെ കാണുന്നില്ല. ചീരുമോളോട് അതിന്റെ പേരൊന്ന് അയച്ചു തരാൻ പറയോ? ഞാൻ ആരെങ്കിലും വിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചോളായിരുന്നു. രഘുവേട്ടനും അമ്പിളി ചേച്ചി അവിടെ ഇല്ല ആന്റി? ഇല്ല, അവരിന്നലെ പോയിട്ട് വന്നില്ല. ഇന്ന് ചിലപ്പോ വരുമായിരിക്കും. അപ്പൊ ആന്റി മക്കളും മാത്രമാണോ വീട്ടില്? അതെ. ലച്ചുമോളും വിച്ചുമോനും ഇവിടെ ഉള്ളപ്പോ 4 പേരെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിയിട്ടുണ്ട്. ഇതിപ്പോ മക്കൾക്ക് വയ്യാത്തോണ്ടാ. ശരി ആന്റി, ചീരനെ കൊണ്ട് ഞാൻ മരുന്നിന്റെ പേര് അയപ്പിക്കാം. അത് കൊടുത്തിട്ട് അവർക്ക് കുറവില്ലെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം കേട്ടോ. ഞാൻ വന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോളാം. അയ്യോ, അത്രയ്ക്കൊന്നുമില്ല. ആ മരുന്ന് കൊടുത്ത് പിടിച്ചു വെച്ച പോലെ അസുഖം അങ്ങ് മാറും. ശരി എന്നാ ആന്റി വെച്ചോ, ഞാൻ ചീരനോട് പറയാം. എന്താ വിനയ, മക്കൾക്ക് സുഖമില്ലേ? സുഖമില്ലാത്തതൊക്കെ സാധാരണയാ. പക്ഷെ അവരെ നോക്കാൻ അവിടെ സരോജിനി ആന്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ വിനയ, ഇതുവരെ ആ സ്ത്രീ കുട്ടികളെ നന്നായി നോക്കിയിട്ടില്ലേ? അതല്ല മാമ, കുട്ടികളെ നോക്കാൻ പറ്റില്ലെങ്കിൽ രഘുവേട്ടനും അമ്പിളി ചേച്ചി എന്തിനാ തിടുക്കപ്പെട്ട അവരെ ഇവിടെ നടത്തോണ്ട് പോയത്? അതെ, മക്കളെ നമ്മൾ ഒരു കുറവുമില്ലാതെ നോക്കുമായിരുന്നു. രഘു അമ്പിളി എവിടെ പോയതാ വിനയ? അവരെവിടെയുണ്ട്. ഞാൻ ഇന്നലെ ദാസങ്ങളുടെ വീട്ടിൽ വെച്ച് അവരെ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുട്ടികളുടെ കാര്യം ചോദിച്ചപ്പോ അവരുടനെ തിരിച്ചു പോകുമെന്നാ പറഞ്ഞു. എന്നിട്ട് ഇപ്പോഴും അവര് തിരിച്ചു പോയില്ല. എന്റെ കുഞ്ഞുങ്ങളെ അവിടെ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് അവരുടെ ലച്ചുമോളെ അവരിങ്ങോട്ട് കൊണ്ടുവന്നു. ഇതെന്ത് മര്യാദയാണെന്ന് രഘുവേട്ടനെ വിളിച്ച് ചോദിച്ചിട്ടുള്ള കാര്യം. എടാ, ആവേശം കാണിക്കാൻ വരട്ടെ, ഇപ്പൊ അതിനുള്ള സമയമല്ല. ആദ്യം ചീരുവിനോട് പറഞ്ഞ് ആ മരുന്നിന്റെ പേരയച്ചു കൊടുക്കും. അതെ വിനയ, നീ ഇപ്പൊ ആരെയും ചോദ്യം ചെയ്യാനൊന്നും പോകണ്ട. മയത്തിൽ ഇടപെട്ട് എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്. ശരി. മോള് വന്നല്ലോ. ചിരു, നിന്നെ സരോജിനി വിളിച്ചത്. സരോജിനി ആന്റിയോ? എന്താ വിനേട്ട ആന്റി പറഞ്ഞ?